ഹലോ, അജിത്താണ്. അജിത് ഡെയിലി വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്. ചക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കക്കൂട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ചിപ്സ് ആണ്. നമ്മൾ വറുത്തെടുത്ത് കഴിക്കുന്ന ചിപ്സ് ആണ്. ഈ ചിപ്സ് വെച്ചാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ച ചക്കയാണ്. എന്നിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം എന്താ ഇത് നമ്മുടെ പച്ചച്ചക്ക എങ്ങനെ അരിയുന്നത് അതേ കണക്കായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്ക കിട്ടാൻ ഭയങ്കര പാടാണ്. പഴുത്ത ചക്ക കിട്ടും, പച്ചച്ചക്ക കിട്ടാൻ നല്ല പാടാണ്. പിന്നെ ഇപ്പം ഫ്രോസൺ ചക്ക വരുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ചിപ്സ് എല്ലാ കടകളിലും കിട്ടും. നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, മുളക് പൊടി, ജീരകം, മഞ്ഞപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, മുരിങ്ങക്കോല്, കറിവേപ്പില. ഇനി നമുക്ക് ഇതും എല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചക്ക ഇടാം. നമ്മൾ അരച്ചു വെച്ച മസാല, അതിലേക്ക് നമ്മുടെ മുരിങ്ങക്ക, കുറച്ച് വേപ്പില, കുറച്ച് ഉപ്പ്. ചിപ്സിനകത്ത് ഉപ്പുള്ളതാണ്. വെള്ളം ഒഴിക്കാം. ചക്ക വേവാനുള്ള വെള്ളം. അപ്പൊ നമുക്കിനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒന്ന് മാറ്റി വെക്കണം. ഇനി അവസാനം ഇതിനകത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശകലം കരിയേപ്പയും കൂടെ ഇട്ടു. അപ്പൊ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് മത്തി കൂടെ വറക്കാം. അപ്പൊ മത്തി വറക്കാനുള്ള സാധനങ്ങൾ കണ്ട ഇത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ നമ്മുടെ കുരുമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കിയത്, ഇത് വാളംപുളി പിഴിഞ്ഞു വെച്ചത്, പിന്നെ വേണ്ട നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ്, പിന്നെ ഇതിനകത്ത് നമ്മൾ വലിയ മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളകും കൂടി ഇട്ട് അതിനകത്ത് വറക്കുന്നത്. മുളക് നമ്മൾ എടുത്തിട്ട് ഒന്ന് കീറിയിട്ടുണ്ട്, പോന്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, ഉപ്പ്. അപ്പം നമ്മുടെ മുളകും കൂടി ഇതിനകത്തിടാം. ഇവിടെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, പുളിവെള്ളം, അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് ഇനി മത്തി ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വേപ്പില ഇട്ടു. വേപ്പില പൊട്ടി.
അപ്പോൾ നമ്മളെ ചക്കവിയലും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.